ഹരിനാമകീർത്തനത്തിലേക്ക് സ്വാഗതം. ലുജ്മാതി ചേർത്തൊരു പൊരുത്തം നനയ്ക്കലും ഇത് അജിതന്റെ നാമഗണം അതിനിങ്ങു വേണ്ട ദൃഢം. ഒരു കോടി കോടി വക തിരുനാമമുള്ളവയിൽ അരുതാത്തതില്ല. ഹരിനാരായണായ നമഃ. ദേവതാ ഉപാസന കൊണ്ട് സിദ്ധികൾ കൈവരിക്കാൻ ആഗ്രഹിക്കുന്നയാൾ ഇഷ്ടദേവതാരാധനത്തിനുള്ള മന്ത്രം തിരഞ്ഞെടുക്കുമ്പോൾ ആ മന്ത്രത്തിന് വിവിധ തരത്തിലുള്ള പൊരുത്തങ്ങൾ ഉണ്ടോ എന്ന് ശ്രദ്ധിക്കേണ്ടതാണ്. ഇവയാണ് ലുജ്മ എന്ന് തുടങ്ങുന്ന അക്ഷരങ്ങൾ. എന്നാൽ ചിത്തശുദ്ധി ആഗ്രഹിക്കുന്ന ഒരു ഭക്തന് ഭഗവാന്റെ നാമങ്ങളിൽ ഏത് സ്വീകരിക്കുന്നതിനും ഒരു പൊരുത്തവും വേണ്ട. കോടിക്കണക്കിന് നാമങ്ങളാണ് ഭഗവാനുള്ളത്. അവയിൽ ഒന്നുപോലും ചൊല്ലാൻ പാടില്ലാത്തതായില്ല. ഏതു നാമം വേണമെങ്കിലും ഭഗവത് സ്മരണത്തിനായി തിരഞ്ഞെടുക്കാവുന്നതാണ്. നാമജപ സാധനയുടെ ലക്ഷ്യം എന്താണ്? ചിത്തശുദ്ധി തന്നെ. ചിത്തശുദ്ധി കൈവരിച്ചാൽ മാത്രമേ ഏകാന്ത ഭക്തിയിലേക്ക് എത്തൂ. അല്ലെങ്കിൽ പലതിനു പിറകെയും പായും. ഭഗവാനിൽ ഇടതടവില്ലാത്ത നിഷ്കാമ ഭക്തി ഉണ്ടാകണം. അതാണ് മനുഷ്യജന്മത്തിന്റെ പരമമായ ധർമ്മം. ഭഗവാനോടുള്ള പരമപ്രേമമാണ് ഭക്തി എന്ന് നാരദ ഭക്തി സൂത്രം പറയുന്നു. ഭക്തർ പല വിധത്തിലാണ്. മനുഷ്യ മനസ്സ് ഒരു നാളും ദൃഢമല്ല. നാം യത്നിച്ചാൽ എത്ര കഠിന മനസ്സിനെയും ഏത് തലത്തിലുള്ള ശുദ്ധിയിലേക്കും വികാസത്തിലേക്കും ഉയർച്ചയിലേക്കും പരിവർത്തനം ചെയ്യാൻ കഴിയുന്നതാണ്. ദുഃഖിതരായ ഭക്തരുണ്ട്, ആസക്തരായ ഭക്തരുണ്ട്, ജിജ്ഞാസുവായ ഭക്തരും ഉണ്ട്. നമ്മുടെ ഭക്തി ഈശ്വര സാക്ഷാത്കാരത്തിന് ആകണം. ഒന്നും നേടാനോ സിദ്ധികൾക്കോ വേണ്ടി ആകരുത്. ശരിയായ ഭക്തിയിൽ ലക്ഷ്യസ്ഥാനം ഈശ്വരൻ മാത്രമാണ്. അതിലേക്കുള്ള മാർഗമാണ് നാമസ്മരണം. നിരന്തരമായ നാമസ്മരണത്തിലൂടെ ഭഗവാനെ സ്വീകരിക്കാൻ നമ്മുടെ മനസ്സ് സജ്ജമാകുന്നു. ഇതാണ് ചിത്തശുദ്ധി എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ചിത്തശുദ്ധിയിലേക്ക് ഒരാൾ എത്തിയാൽ പിന്നീടുള്ള യാത്ര അത്ര പ്രയാസമേറിയതല്ല. ഏകാന്ത ഭക്തി അവിടെ വളരാൻ തുടങ്ങും. ഇത് ആത്യന്തികമായ സത്യസാക്ഷാത്കാരത്തിലേക്കും നയിക്കും. അതിനാൽ ഒരു നാളും നാമസ്മരണം മുടക്കാൻ പാടില്ലാത്തതാണ്.